നീയൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത് കേട്ട് മാനേജ്മെന്റ് തരുന്ന കാശ് നക്കി പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അവൾ എന്നെ ജോലി പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. എന്റെ തൊഴിലിനോടും ഞാൻ ഇട്ടിരിക്കുന്ന ഈ കുപ്പായത്തോടും ബഹുമാനമുള്ളവളാ ഞാൻ. ഒരു ഭിക്ഷക്കാരന്റെ മുറിവ് വെച്ചേട്ടാ നിനക്ക് പറ്റൂ? പ്രായമായവരെ പരിചരിക്കാൻ പറ്റൂ? ഭക്ഷണം വാരിക്കൊടുക്കാൻ പറ്റൂ? ഇല്ലല്ലോ. അത് ചെയ്യാൻ ഒരു നല്ല മനസ്സും കൂടി വേണം. കഴിഞ്ഞു നിന്റെ ചാരിത്ര്യ പ്രസംഗം. ഇല്ലടി, നിന്നെ പോലെ വൃത്തികെട്ട മനസ്സുള്ള ഒരാളിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ഈ വൃത്തികെട്ട നാവിന്റെ മൂർച്ച ഇനി മേലിൽ എന്റെ നേരെ എടുക്കരുത്. കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. നന്ദേട്ടാ, ചായ. എന്താ നന്ദേട്ടനൊരു ആലോചന? അല്ലടോ, കല്യാണ തീയതി അടുത്തില്ലേ? സ്വർണം എടുക്കണം, ഡ്രസ് എടുക്കണം. പങ്കജത്തിന്റെ ലാച്ചയുടെ കാര്യം മറക്കല്ലേ. ഓ ശരി ശരി. നന്ദേട്ടാ, മോക്ക് എത്ര പാവം കൊടുക്കാനാ പ്ലാൻ? ഒട്ടും കുറയ്ക്കണ്ട. അന്ന് തന്നെയാ വിപിന്റെ മുറപ്പെണ്ണ് ദിവ്യപ്രഭയുടെയും വിവാഹം. അവരുടെ മുമ്പില് നമ്മുടെ മോളും നമ്മളും ഒട്ടും ചെറുതാവാൻ പാടില്ല. ഇതിന്റെ സംഗീതം തന്നെയാണോ ഈ പറയുന്നത്? അല്ല, മോളും ആ വീടും എല്ലാം കൂടി ആലോചിക്കുമ്പോ. എടോ, രക്ഷിതാക്കളുടെ ഈ ദുരഭിമാനമാണ് മറ്റുള്ളവരുടെ ആർത്തി കൂട്ടുന്നത്. അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടു നടപ്പ് അനുസരിച്ചുള്ളത് ചെയ്യണം. ചെയ്യാടോ, നമുക്കുള്ളതെല്ലാം നമ്മുടെ മോൾക്കുള്ളതല്ലേ, നമ്മുടെ പ്രാണൻ പോലും. പിന്നെന്താ? നമുക്ക് വിപിനൊരു കാറ് കൊടുക്കണ്ടേ? ഏതാണെന്ന് വല്ലതും നന്ദേട്ടൻ കണ്ടുവച്ചിട്ടുണ്ടോ? EMI നമുക്ക് അടയ്ക്കാം. എന്തൊക്കെയാടോ താനീ പറയുന്നേ? വിപിൻ അങ്ങനെ ഒരാളാണെന്നാണോ താൻ കരുതിയിരിക്കുന്നത്? ഇപ്പൊ ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയൊരു കാറ് 4 ആള് കാണുകെ വിപിന് നൽകിയാൽ അതൊരു കുറച്ചിലായിട്ട് വിപിന് തോന്നും. അതിപ്പോ വിപിന് മാത്രമല്ല, ആത്മാഭിമാനമുള്ള എല്ലാ ചെറുപ്പക്കാർക്കും. അതൊക്കെ നമുക്ക് വഴിയേ ചെയ്യാം. ഇനി എന്തെല്ലാം ചടങ്ങുകളും സമ്മാനങ്ങളും ബാക്കി കിടക്കുന്നു. എന്താടോ, മുഖത്തെ വെട്ടം മങ്ങിയല്ലോ? കലണ്ടറിൽ നോക്കാൻ പേടിയാ നന്ദേട്ടാ. എന്റെ ചക്കി പോകുന്ന കാര്യം ഓർക്കുമ്പോ. ആ ബെസ്റ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങോട്ട് പറഞ്ഞത് താനിപ്പോ ഇങ്ങോട്ട് പറയുന്നു. ഒരേലും മദ്ദളത്തോട് പറഞ്ഞതുപോലെ. തന്റെ ഇപ്പോഴത്തെ ഈ സങ്കടത്തിന് വേറൊരു കാരണം കൂടിയുണ്ട്. എന്താ നന്ദേട്ടാ? ചക്കിക്ക് വിപിനോടുള്ള സ്നേഹം കൂടുന്നതിനനുസരിച്ച് തന്നോടുള്ള സ്നേഹം കുറയുമോ എന്നുള്ള ആധി. ഒന്ന് പോ നന്ദേട്ടാ. വിപിൻ അവളുടെ ഭർത്താവല്ലേ? എനിക്ക് സ്വന്തമായിട്ട് എന്റെ ഭർത്താവുണ്ടല്ലോ. ഓവേ, എനിക്കറിഞ്ഞുകൂടെ എന്റെ ഭാര്യയെ? അല്ല, ഇനി ഭാവിയില് അമ്മക്കുട്ടിയോട്ടുള്ള ചക്കിയുടെ സ്നേഹം കുറഞ്ഞാലോ?
അങ്ങനെ സംഭവിച്ച ഞാൻ ചാവും. എന്റെ ചക്കയുടെ സ്നേഹമില്ലാതെ എനിക്ക് ജീവിക്കണ്ട. ആഹാ, അപ്പോഴേക്കും കണ്ണീരും വന്നു. ഛേ, ഇതിങ്ങനെ ഒരു ബുദ്ധൂസ്. ഏയ്, ഇല്ല നന്ദേട്ട, എന്റെ കുഞ്ഞിന് എന്നോടുള്ള സ്നേഹം കുറയില്ല. അവളുടെ ഓരോ ഹൃദയമെടുപ്പിലും എന്നോടുള്ള സ്നേഹമുണ്ട്. എന്റെ മനസ്സിൽ ഒരു മുറിവ് വീണ അവളുടെ മനസ്സിൽ 1000 മുറിവ് വീഴും. അവൾക്കതറിയാം. എടോ, ഞാനത് വെറുതെ പറഞ്ഞതാടോ. എന്താ ഇവിടെ ഏ? ഈയിടെയായിട്ട് റൊമാൻസ് ഇച്ചിരി കൂടുതലാ. എന്നെ പറഞ്ഞു വിട്ടിട്ട് എവിടെ ചുറ്റിക്കറങ്ങാനുള്ള പരിപാടിയാണല്ലോ. എന്താ ചക്കി പറയുന്നത്? വേണ്ട വേണ്ട വേണ്ട. എവിടേക്കാ രണ്ടുപേരും കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്? നിന്നെ നിന്റെ വിപിൻ ഡോക്ടറേയും കൂടി എവിടേക്ക് ഹണിമൂൺ ട്രിപ്പ് വിടണമെന്ന് ആലോചിക്കായിരുന്നു ഞങ്ങള്. അല്ലേ നന്ദേട്ടാ? ആ, അതെ അതെ. എന്നാ കുഴപ്പമില്ല. അമ്മക്കുട്ടി കരഞ്ഞോ? ഏയ്, ഞാനെന്തിനാ കരയുന്നേ? എന്നിട്ട് കണ്ണ് നനഞ്ഞിരിക്കുന്നല്ലോ. അത് കണ്ണിലെന്തോ പൊടി പോയതായിരിക്കും. എന്തിനാ എന്റെ അമ്മക്കുട്ടിയെ കരയിച്ചേ? ഏ? ഞാനോ? ദേ, എന്റെ അമ്മക്കുട്ടിയെ കരയിച്ചാലുണ്ടല്ലോ ഇടിച്ച് ഷേപ്പ് മാറ്റും ഞാൻ. ആ. വന്നേ, ഇങ്ങ് വാ, പറയാം. വാ. എന്താ ചക്കി? ഞങ്ങളുടെ ചക്കിക്കുട്ടി എങ്ങനെയാ ഈ അമ്മക്കുട്ടിയെ പിരിഞ്ഞിരിക്കുക? എന്റെ ചക്കിയുടെ സ്നേഹമില്ലാതെ എനിക്ക് ജീവിക്കണ്ട. എന്റെ കുഞ്ഞിന് എന്നോടുള്ള സ്നേഹം കുറയില്ല. അവളുടെ ഓരോ ഹൃദയമെടുപ്പിലും എന്നോടുള്ള സ്നേഹമുണ്ട്. ഇവരാരും ഇനി നിന്നെ ഒന്നും ചെയ്യില്ല. ഇവരെല്ലാവരും നിന്റെ കൂട്ടുകാരാ. അച്ഛാ, ആ എന്താ കുഞ്ഞാറ്റെ? ദേ കോറി മുതലാളി. ആ ആ പാറമാവൻ രാവിലെ വന്നിട്ടുണ്ടല്ലേ യുദ്ധത്തിന്? ആഹാ, പെങ്ങളെ, പെങ്ങളെ, അമ്മാവാ, അകത്തേക്ക് ഇരിക്കാം. ഇരിക്കാനും സൽക്കാരം സ്വീകരിക്കാനൊന്നും വന്നതല്ല ഞാൻ. എങ്കി അമ്മാവൻ തൂണേ ചാരി എന്നുള്ള കാര്യം പറയും. ദേ, നീ മിണ്ടരുത്. മറ്റവൻ ഒത്താശ ചെയ്ത് കൊടുത്തിട്ട് എന്റെ മകളെ കണ്ണീര് കുടിപ്പിക്കാൻ മുൻപന്തിയിൽ നിന്നവനാ നീ. നിനക്കുള്ളത് ഞാൻ തരാം. അടുത്ത ഞായറാഴ്ച എന്റെ മകൾ ദിവ്യപ്രഭയുടെ വിവാഹ നിശ്ചയമാണ്. ജസ്റ്റിസ് പരമേശ്വരന്റെ മകൻ പ്രവീണാണ് വരൻ.
ചടങ്ങിന് എന്റെ പെങ്ങളെയും കുടുംബത്തെയും ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. പിന്നെ ഡോക്ടർ മരുമകനെയും കൊണ്ടുവന്നിരിക്കണം. അവന് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വരും, അല്ലാതെ നിർബന്ധിച്ചു കൊണ്ടുവരാൻ അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അളിയനങ്ങനെ കടുംപിടുത്തൊന്നും പിടിക്കണ്ട. മകനെ വളം വെച്ച് വഷളാക്കിയ തന്തയാ നിങ്ങള്. മകളെ, എന്താ ഏട്ടാ? എന്റെ മോളുടെ കല്യാണം വേണ്ടി വന്നാൽ ഈ മുറ്റത്ത് പന്തലിട്ട് നടത്തും ഞാൻ. അതിനുള്ള അവകാശം എനിക്കുണ്ടെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അത് ഞാൻ വേണ്ട, ആരുടെയും ന്യായങ്ങൾ എനിക്ക് കേൾക്കണ്ട. കുടുംബത്തിലൊരു മംഗളകർമ്മം നടക്കുമ്പോൾ നാട്ടുകാർക്കിടയിൽ ഒരു സംസാരം ഉണ്ടാകാതിരിക്കാനാണ് എന്റെ ശ്രമം. അകം വേവുന്നത് പുറം അറിയാതിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത്. ഇത് അളിയൻ മോന് കൂടെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം. അടി തുടങ്ങിയിട്ടല്ലേ പെങ്ങളെ, വടിവെട്ടാൻ ആള് പോയിട്ടേ ഉള്ളൂ. എന്റെ ഭഗവതി, കിടപ്പാടം പോലും പോവില്ല. മകന്റെ ഒരു മുടിഞ്ഞ പ്രേമം കാരണം അച്ഛനും അമ്മയും പെരുവഴിയിലാവുമല്ലോ. നീ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത് എന്തിനാ ലക്ഷ്മി? ഓഹോ, ഞാൻ പറയുന്നതില്ല കുഴപ്പമല്ലേ? എല്ലില്ലാത്ത നാവ് കൊണ്ട് നിന്റെ ആങ്ങൾ അങ്ങനെ പലതും പറയും. അതൊക്കെ നടക്കാൻ പോവാ. അച്ഛൻ അങ്ങനെ ഒന്നും പറയണ്ട. എന്തെങ്കിലും ഒന്ന് നടത്തണമെന്ന് തീരുമാനിച്ചാൽ നടത്തുന്നയാളാ അമ്മാവൻ. പിന്നെ തളർന്നു കിടന്ന ചെന്തോരം രോഗികളെയല്ല നിന്റെ അമ്മാവനെ എഴുന്നേപ്പിച്ച് നടത്തിയേക്കണം. ഇതേ മനുഷ്യൻ ഒന്നും മിണ്ടാതിരിക്കൂ. ഓ, കുതിരപ്പന്തി വീട്ടിൽ ഇന്നു വരെ ഒരു അവകാശവും ഏട്ടൻ ഉന്നയിച്ചിട്ടില്ല. ഇപ്പൊ അതുമായി. എന്തായാലും വന്നു കയറുന്നവളുടെ ഗുണം കൊണ്ട് തറവാട് നെടുക പിളർന്നു. നീ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. പറയുന്നതിനൊരു നിലവാരം വേണ്ടേ? പിന്നെ മനുഷ്യൻ ഇവിടെ തറ നിലവാരത്തിൽ നിൽക്കുമ്പോഴാ. ആ, നിന്റെ കാര്യത്തിൽ അത് കറക്റ്റാണ്. ശശാങ്ക, നിർത്ത്. ഭഗവാനെ, ഇനി ഈ വീട്ടിൽ ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും. അച്ഛാ, എന്നാലും ഞാനൊരു കാര്യം പറയാം. ആ പാറമ്മാവനൊന്ന് സൂക്ഷിച്ചോ. കള്ളച്ചുരിക പണിയണ കാര്യത്തിൽ അരിങ്ങോടൊരു അപ്പനാണ് അയാള്. എന്റെ അമ്മാവനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. വിമർശിക്കാതിരിക്കാൻ നിന്റെ അമ്മാവൻ വല്ല സാംസ്കാരിക നായകരാരെങ്കിലും ആണോ? ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? പറഞ്ഞെന്നുള്ളൂ അച്ഛാ. ഇതൊക്കെ അനുഭവിച്ചു പഠിച്ചോളും വൃത്തികെട്ടവളൊക്കെ.
ഡാ, എന്താ അമ്മേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയമ്മേ. സേനേട്ടൻ ഇവിടെ വന്നിരുന്നു. ആഹാ, എന്തു പറഞ്ഞു അമ്മാവൻ? അത് ഞായറാഴ്ച ദിവ്യമോളുടെ കല്യാണ നിശ്ചയം. നിന്നെയും കൂട്ടി ചെല്ലണമെന്ന് പറഞ്ഞു. ഞാനെന്തിനു വരണം? ദിവ്യയുടെ വരൻ പ്രവീണല്ലേ? അമ്മയുടെ നെഞ്ചിൽ കുത്തി ചിരിക്കുന്നവനാ നീ എന്ന് എനിക്കറിയാം. ഞാൻ വരില്ലമ്മേ. നീ വരും. നീ എന്റെ മകനാണെങ്കിൽ വന്നിരിക്കും. അല്ലെങ്കിലേ ഇവിടെ തീരും നീ ഞാനും തമ്മിലുള്ള ബന്ധം. അമ്മേ, എന്താ ലക്ഷ്മി ഇത്? നിനക്കെന്താ സമനില തെറ്റിയോ? അതെ, സമനില തെറ്റി. എല്ലാവരും കൂടിയേ എന്നെ ഭ്രാന്തിയാക്കി. അമ്മ, ഞാൻ വേണ്ട. ഇതുവരെ നീ എനിക്ക് സമ്മാനിച്ച കണ്ണുനീരൊക്കെ ഞാൻ അങ്ങ് കുടിച്ചിറക്കി. പക്ഷെ ഇവിടെയും കൂടെ നീ എന്നെ തോൽപ്പിച്ച. ഒരു സുന്ദരി കോതിയെ കിട്ടിയെന്ന പേരിൽ ബന്ധങ്ങളുടെ വേരുകൾ മുറിച്ചു കളയാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ അറിയും ഈ അമ്മ ആരാണെന്ന്. സാരല്ലടാ, നീയും വരണം. നിന്റെ അമ്മയ്ക്ക് ഇനി നോവണ്ട. അച്ഛൻ, ഞാൻ എനിക്ക് മനസ്സിലാവും നിന്റെ മനസ്സ്. ക്ഷമിക്കുന്നത് കൊണ്ട് ജയിക്കുള്ളൂ മോനെ. താലോട് മുത്തശ്ശി. ഇനി ഈ മുടി തഴുകാനേ നിന്റെ കെട്ടിയോൻ വരും, ആ ഡോക്ടർ. മുത്തശ്ശിയാണെന്ന് നോക്കൂല ഞാൻ. വാറിലൊരു കുത്തു വെച്ചെന്നുണ്ടല്ലോ. എന്താ അമ്മ ഇവിളി പറയുന്നേ? ഇള്ളക്കുട്ടിക്ക് ഞാൻ ചില ഉപദേശങ്ങൾ കൊടുക്കുകയായിരുന്നു. അതിനിവിളി ഇള്ളക്കുട്ടിയല്ലല്ലോ, കള്ളക്കുട്ടിയല്ലേ? മുത്തശ്ശിയുടെ ചക്കിക്കുട്ടി. ചക്കക്കുട്ടിയോ? ചക്കിക്കുട്ടി എന്നല്ലേ അമ്മ പറഞ്ഞത്? ഒരു പെൺകുട്ടി സുമംഗലിയാവുമ്പോ അവളുടെ ജീവിതത്തിലെ രണ്ടാം ജന്മം തുടങ്ങുന്നെന്നാ. പുതിയൊരു ലോക മോളെ. പുതിയ വീട്, പുതിയ ബന്ധുക്കൾ, തുണയ്ക്കൊരാൾ. പിന്നെ നാളെ പുതിയൊരു ജീവന്റെ അമ്മ. അയ്യേ, പറഞ്ഞു പറഞ്ഞ് അമ്മ എന്നെ പെട്ടെന്ന് അമ്മൂമ്മയാക്കോ? ചക്കിമോളുടെ കുഞ്ഞിച്ചക്കിയെ കൂടെ കണ്ടിട്ടല്ലേ എനിക്ക് കണ്ണടയ്ക്കാനാവൂ. അയ്യേ, ഈ മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നത്? ചക്കി, എന്റെ മനസ്സിൽ ഞാൻ നട്ട് നനച്ച് വളർത്തിയ ഒരു പൂച്ചെടിയായിരുന്നു നിങ്ങളോടുള്ള സ്നേഹം. അതിനെ വേരോടെ പിഴുത് കളഞ്ഞത് അവള്. ആരോട് ക്ഷമിച്ചാലും ഞാൻ അവളോട് ക്ഷമിക്കില്ല.